ഹലോ ഗൈസ്, ഞങ്ങൾ ബ്രൂക്കിൽ പോവാണ്. 11:26 വണ്ടി കയറാൻ ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് 10:45 പിന്നെ വേഗം ഒരുങ്ങി സൈക്കിൾ എടുത്തിട്ട് ഒരു 10 മിനിറ്റിൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ 11:26 പെട്ടെന്ന് ട്രെയിൻ കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഹെല്ലിലെത്തി. ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഞങ്ങൾ വേഗം കയറിയത് വേഗം റെഡിയായി പോകുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ബാക്കി എൻ്റെ ബ്രൂക്കിൽ ചെന്നിട്ട് വീഡിയോസ് അങ്ങനെ വ്യൂസൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവായിരുന്നു. എന്നിട്ട് ഹൈഡ്രേഷന് വേണ്ടി കുറച്ച് തണ്ണിമത്തങ്ങയൊക്കെ കഴിച്ചു. അവസാനം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടാണെങ്കിലും ബ്രൂക്കിലെത്തി. ഗൈസ്, ഞങ്ങൾ ബ്രൂക്കിൽ ലാസ്റ്റ് എത്തിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഞങ്ങൾ ഒരു പ്ലാനില്ലാത്ത ഒരു പ്ലാനായിരുന്നു ഞങ്ങളുടെ. നോക്കട്ടെ, ഇവിടെ ഇനി ഇറങ്ങിയിട്ട് വേണം നോക്കാൻ. ഇത് സ്റ്റേഷന് മുന്നിൽ തന്നെയുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ബസ് എടുത്ത് പോകാനാണ് കാണിച്ചത്. ഞങ്ങളങ്ങനെ അവിടെ നിന്നൊരു ബസ്സിൽ കയറി അവിടെ ഒരു മെയിനായിട്ടുള്ള സെൻറ്ററിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ബിയർ പാർലറുകളുണ്ട്. അതുകൊണ്ട് ആളുകളിങ്ങനെ പുറത്ത് വന്ന് സിറ്റ് ചെയ്തിട്ട് എല്ലാവരും ബിയറൊക്കെ കുടിച്ചിങ്ങനെ സംസാരിച്ചിരിക്കും. ബെൽജിയത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബ്രൂക്ക്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ ബ്രൂക്കിലെത്തി. നല്ല രസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. ഇങ്ങനെ കുതിരകൾ, ആളുകൾ ബിയർ കുടിക്കുന്നു, സൈഡിലിരുന്ന്, അങ്ങനെ നല്ല രസമായിരുന്നു. അവസാനം ഞങ്ങൾ ബെൽഫോർട്ടിലാണ് എത്തിയത്. ലൈവ് ലൊക്കേഷൻ ഇതാണ് ബെൽഫോർട്ട്, ബെൽജിയത്തിലെ അതൊരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള സ്ഥലമാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് പണ്ട് ഇവിടുത്തെ ആൾക്കാർ ക്ലോത്തുകളും മറ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരുന്നൊരു സ്ഥലം. പക്ഷെ അതിൻ്റെ അകത്ത് ഫുള്ള് വിസിറ്റ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. ഞങ്ങൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോട്ടെ. കാണാൻ നല്ല രസമാണ്. ബെൽജിയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ് ഇതൊക്കെ. അപ്പം ഇവിടെ ഇതാണ് ഫ്രൂട്ട് മാർക്കറ്റ്. ഇവിടെയാണ് സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അതെ, ഇതൊക്കെ അതായത് മാംസത്തിൻ്റെ കടകളാണ്. ഗൈസ്, ഇതാണ് ബസിലിക്ക ഓഫ് ഹോളി ബ്ലഡ്. ഇത് ബെൽജിയത്തിലെ ഒരു പ്രശസ്തമായ പള്ളിയാണ്. ഇവിടെയാണ് ഈശോയുടെ ബ്ലഡ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഈശോയുടെ ബ്ലഡ് കുരിശുമരണത്തിൻ്റെ സമയത്ത് ഈശോയുടെ ബ്ലഡ് പറ്റിയ ഒരു തുണിക്കഷ്ണമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈശോയുടെ ബ്ലഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അകത്തോട്ട് ചെന്ന് നമുക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഞങ്ങൾ അവിടെ കണ്ട് ഞങ്ങളത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ അവിടുന്ന് നടന്ന് ഒരു ബ്രിഡ്ജിലാണ് എത്തിയത്. PK മൂവിയിലെ ഒരു സോങ് എടുത്ത ബ്രിഡ്ജാണ് തപ്പിപ്പോയത് ശരിക്കും. പക്ഷെ ഞങ്ങൾ എത്തിയത് വേറൊരു സ്ഥലത്താണ്. പക്ഷെ അതും മനോഹരമായിരുന്നു, നല്ലതായിരുന്നു. അവിടെ നേരം കുറേ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങളൊരു റിവർ വ്യൂ ഉള്ളൊരു കഫേയിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷ് ഓർഡർ ചെയ്തു. പിന്നെ 2 മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓർഡർ ഇപ്പം വരുമായിരിക്കും. പിന്നെ ഫ്രീ ആയിട്ട് ചിപ്സും കിട്ടി. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ്. ഇപ്പം ഞങ്ങൾ ശരിക്കും PK മൂവി ഷൂട്ട് ചെയ്ത ആ സ്ഥലത്തെത്തി. അവിടെ കുറേ അരയന്നങ്ങളുണ്ടായിരുന്നു, പിന്നെ താറാവുകളുണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങളിപ്പോൾ PK മൂവിയിലെ ഒരു സോങ് എടുത്ത ലൊക്കേഷനിലാണ്. ഇത് എക്സാക്ട് ലൊക്കേഷനാണ്. ഏഞ്ചൽ ഇവിടെ തിന്നുന്നുണ്ട്. അവിടെയുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് അപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണം. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. ഇപ്പം ഞങ്ങളിരിക്കുന്ന ആ എക്സാക്റ്റ് ലൊക്കേഷൻ ആ മൂവിയിലെ സോങ് എടുത്ത ലൊക്കേഷൻ തന്നെയാണ്. ആ ബാക്കിൽ കാണുന്ന ബ്രിഡ്ജാണ് ആ സോങ്ങിൽ കൂടുതലായിട്ടും കാണിക്കുന്നത്. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഇവിടെ എപ്പോഴും നടക്കുന്നതാണ്. അങ്ങനെ ബ്രൂക്കൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.